ലാസ്റ്റ് ഡേറ്റ് അവസാന നിമിഷം റിപ്പോർട്ട് ചെയ്തത് 717 ഒഴിവ്. കൊല്ലം ജില്ലയിലെ കണക്ക് പൂർത്തിയായിട്ടില്ല. ജൂലൈ 17 അവസാനിച്ച റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് നിയമന ശുപാർശ നൽകിയിട്ടുള്ളത്. ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. ലാസ്റ്റ് ഡേറ്റ് സർവൻസിന്റെ നിലവിലുണ്ടായിരുന്ന ലിസ്റ്റിന്റെ കാലാവധി ജൂലൈ 17 അവസാനിക്കുകയും ജൂലൈ 18 പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരികയും ചെയ്ത വിവരം ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചു. ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അന്നേ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈ അവസാന ലാപ്പിൽ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാൻ ദ്രുതഗതിയിൽ തന്നെ ശ്രമങ്ങൾ നടക്കുന്നതായി. അപ്പൊ അതിന്റെ ഫലമായിട്ട് കുറെ ജില്ലകളിൽ, അതായത് കൊല്ലം ഒഴികെയുള്ള 13 ജില്ലകളിലും കുറെ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത്. ഓക്കെ, നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം. കൊല്ലം ഒഴികെയുള്ള 13 ജില്ലകളിലായി ലാസ്റ്റ് ഇയർ സർവൻസിന്റെ 717 ഒഴിവ് PSC റിപ്പോർട്ട് ചെയ്തു. കൊല്ലത്തെ ഒഴിവുകൾ കൂടി കണക്കാക്കിയാൽ ഇത് 800-ലെത്തും. കൊല്ലത്തെ ഒഴിവുകൾ ക്രോഡീകരിക്കുന്നതേ ഉള്ളൂ. ഇവയിലേക്കുള്ള നിയമന ശുപാർശ അടുത്ത മാസം തയ്യാറാകും. ജൂലൈ 17 റദ്ദായ റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമന ശുപാർശ തയ്യാറാക്കുന്നത്. അതിനുള്ള നടപടികൾ PSC ആരംഭിച്ചു. ജൂലൈ 17 വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളാണിവ. നിലവിൽ 14 ജില്ലകളിലായി 7811 പേർക്കാണ് നിയമന ശുപാർശ അയച്ചിട്ടുള്ളത്. അവസാന നാളുകളിൽ റിപ്പോർട്ട് ചെയ്ത 800ഓളം ഒഴിവുകൾ കൂടി ചേർക്കുമ്പോൾ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നുള്ള ആകെ നിയമന ശുപാർശ 8600 കടക്കും. അതിനു മുമ്പത്തെ റാങ്ക് പട്ടികയിൽ നിന്ന് 8375 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത്. അതിനെ മറികടക്കാൻ 2022 റാങ്ക് പട്ടികയ്ക്ക് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കുന്ന ജൂലൈ 17 മുഴുവൻ ഒഴിവുകളും PSC റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തെ 3 ആഴ്ച കൊണ്ട് ഇത്രത്തോളം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് കൊല്ലം ഒഴികെയുള്ള 13 ജില്ലകളിലും ജൂലൈ 17 വരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളുടെ എണ്ണം എത്രയാണെന്ന് പരിശോധിക്കാം. തിരുവനന്തപുരം 121, ആലപ്പുഴ 35, പത്തനംതിട്ട 38, കോട്ടയം 39, എറണാകുളം 76, ഇടുക്കി 55, തൃശൂർ 83, പാലക്കാട് 48, മലപ്പുറം 41, കോഴിക്കോട് 79, വയനാട് 23, കണ്ണൂർ 55, കാസർഗോഡ് 24. അങ്ങനെ ആകെ 717 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി കൊല്ലം ജില്ലയിലെ ഒഴിവുകൾ ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അതും കൂടി വരുമ്പോൾ കണക്കുകൾ കുറച്ചുകൂടെ കൂടും. അപ്പൊ ഇത് ലാസ്റ്റ് ഇയർ സർവൻസിന്റെ കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സമാധാനം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. വളരെ പ്രതീക്ഷയോടെ നിയമനം കാത്തിരിക്കുന്നവർക്ക് വേഗം അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഓക്കെ, ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. ജയ് ഹിന്ദ്.